കംസൻ ഇപ്രകാരം ചിന്തിക്കുകയാണ്: ഇവളെ കൊല ചെയ്താൽ ഞാൻ ജീവിതാവസാനം വരെ നരകത്തിൽ പെടുകയുള്ളൂ. അതിനാൽ ഇവളുടെ പുത്രനെ അവൻ വളരുന്നതിന് മുൻപ് ഞാൻ വധിക്കുന്നതാണ്. ഇവൾ സ്ത്രീയാണ്. വീരനായ ഒരു പുരുഷനും സ്ത്രീയെ കൊല്ലാൻ പാടില്ല. അതുമൂലം ദുഷ്കീർത്തിയെ ഉണ്ടാവുകയുള്ളൂ. പോരെങ്കിൽ ഇവൾ എന്റെ ദയയ്ക്ക് അവകാശിനിയായ സഹോദരിയാണ്. മാത്രമല്ല, ഇവൾ ഗർഭിണിയുമാണ്. ആയുസ്സിനെ ആഗ്രഹിച്ചിട്ടാണ് കൊല്ലുന്നതെങ്കിൽ ആയുർനാശകാരണമായ സ്ത്രീവധം ഒരിക്കലും ചെയ്തുകൂടാ. വളർന്നു വരുന്നതിന് മുൻപ് ദേവകി പുത്രനെ കൊല്ലാമെന്നാണ് കംസൻ ആലോചിച്ച് നിർത്തിയത്. മറ്റൊരു വഴി കൂടിയും ആലോചന നീങ്ങുന്നു. അഥവാ ദേവകി പുത്രൻ എന്നെ കൊല്ലുന്നു എന്ന് വന്നാലോ? അതും നല്ലത് തന്നെ. അപ്പോൾ എനിക്ക് മോക്ഷം കിട്ടും എന്നുറപ്പാണ്. ഭഗവാന്റെ കൈകളാൽ വധിക്കപ്പെടുന്നവർക്ക് മോക്ഷമാണ് സിദ്ധിക്കുക. വല്ലാത്ത ദുരാശകളുമായി ഇവിടെ കഴിഞ്ഞാൽ ദുഃഖമല്ലാതെ മറ്റൊന്നും ഉണ്ടാവുകയുമില്ല. ഇപ്രകാരം പല വിധത്തിൽ ആലോചിച്ചപ്പോഴും ആ ആലോചനയിൽ ഭഗവാൻ നാരായണന്റെ സാന്നിധ്യമാണ് എപ്പോഴും ഉണ്ടായിരുന്നത്. കുളിക്കുമ്പോഴും ഭുജിക്കുമ്പോഴും നടക്കുമ്പോഴും കിടക്കുമ്പോഴും എല്ലായ്പ്പോഴും കംസന്റെ മനസ്സിൽ ഭയസ്മൃതിയായി ഭഗവാൻ വിളങ്ങി നിന്നു. കാണുന്നതും കേൾക്കുന്നതും വിഷ്ണുമയമാണെന്നറിഞ്ഞ് കംസൻ വിഭ്രമിച്ചു. അതോടൊപ്പം ദുർവൈര്യധ്യാനം തുടരുകയും ചെയ്തു. അത് ഒരു തരം ഭക്തിയാണ്. ഏതു തരത്തിലുള്ള ഭക്തിയും മുക്തിയിലേക്ക് നയിക്കൂ. കംസന്റെ അവസ്ഥ ഇപ്രകാരം തുടരുന്നതിനിടയിൽ ദേവകിയുടെ ഗർഭം പൂർണ്ണമാവുകയും ജഗന്നാഥൻ മംഗളദായകനായി ലോകത്തിൽ അവതരിക്കുകയും ചെയ്തു. ആ ശിശുവിന്റെ അംഗസമ്പൂർണത്വം കണ്ട് എല്ലാവരും സ്തോത്രം ആലപിച്ചു ബ്രഹ്മാവും ശ്രീ പരമേശ്വരനും നാരദാദികളായ മുനികളോടൊപ്പം ഗന്ധർവാദികളായ അനുചരന്മാരോടു കൂടിയ ദേവന്മാരോടും കൂടി ഇഷ്ടദാതാവും ഭക്തവത്സലനുമായ ശ്രീഹരിയെ കൽപ്പക പുഷ്പങ്ങളും ദലങ്ങളും വർഷിച്ചുകൊണ്ട് സ്തുതിച്ചു തുടങ്ങി. ദേവകിയെയും വസുദേവനെയും ബന്ധിച്ചിരിക്കുന്ന മുറിയിൽ ശ്രീ പരമേശ്വരനും ബ്രഹ്മാവും മുനികളോടും ദേവന്മാരോടും ഗന്ധർവാദികളായ അനുചരന്മാരോടും കൂടി വന്ന് സർവാഭീഷ്ടദായകനായ ശ്രീഹരിയെ സ്തുതിക്കുന്നു. ഉത്തമ പ്രഭോ, നിത്യവും നിർമ്മലവും അദ്വയവും സനാതനവുമായ അങ്ങയുടെ രൂപം എപ്പോഴും ഞങ്ങളുടെ മനസ്സിൽ തെളിഞ്ഞു നിൽക്കണമേ. ഇപ്രകാരം ഭഗവാനെ പല രീതികളിൽ ദേവവാക്കുകളാൽ സ്തുതിക്കുന്നതിനിടയിൽ ഗഹനമായ കൽപ്പനകളും ഈ ഭാഗത്ത് സ്ഥാനം നേടിയിട്ടുണ്ട്. അങ്ങു തന്നെയാണ് ഏകനായ സർവേശ്വരൻ. സർവ സൃഷ്ടിക്കും ആദികാരണം അങ്ങാകുന്നു. അങ്ങയുടെ മായാനുസാരാർത്ഥം കാണപ്പെടുന്ന ഈ പ്രപഞ്ചത്തെ വൃക്ഷരൂപമായി ഞങ്ങൾ